വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ വിവരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾ, വിവിധ സംഘടനകൾ, ഓഫീസുകൾ, ഇവിടെയൊക്കെ പ്രയോജനപ്രദമായേക്കാവുന്ന ഒരു വീഡിയോ ആണിത്. നമ്മളുടെ സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലബിന്റെ പ്രവർത്തന ഭാഗമായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുന്നു എന്ന് കരുതുക. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ അസൈൻമെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ NSSന്റെയോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയോ NCCയുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ എന്തെങ്കിലും ഒരു വസ്തുക്കൾ ശേഖരിക്കുന്നു. പ്രത്യേകിച്ചും പഴയ ഉടുപ്പുകളൊക്കെ ശേഖരിക്കുന്നു, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണ പൊതികൾ ശേഖരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് പോസ്റ്റർ തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ തയ്യാറാക്കി കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എത്ര കുട്ടികൾ ചെയ്തു എന്ന് വളരെ വേഗത്തിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം അവരവരുടെ മൊബൈലിൽ തന്നെ ചുമതലയുള്ള അധ്യാപകർക്ക് അവരവരുടെ മൊബൈലിൽ ഈ ഗൂഗിൾ ഷീറ്റിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ടിക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇവിടെ സ്ക്രീനിൽ കാണാം, ഒരു 3-4 പേരുടെ പേരുകൾ ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്തതിന് വലതുവശത്ത് സബ്മിറ്റഡ് എന്ന ഒരു റിമാർക്ക് ഉണ്ട്. ആ റിമാർക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാറ്റുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ എത്ര പേര് ഈ അസൈൻമെന്റ് വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ എണ്ണം താഴെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ 16 കുട്ടികളുടെ പേര് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിലേറെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസും അടുത്ത കോളങ്ങളിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എത്ര കുട്ടികൾ ആ ആക്ടിവിറ്റി ചെയ്തു എന്നതിന്റെ എണ്ണം താഴെ കാണിക്കുകയും ചെയ്യും. നമുക്ക് കൃത്യമായ ഒരു ധാരണ എപ്പോഴും നമ്മുടെ മൊബൈലിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇതെങ്ങനെ ചെയ്യാം അത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ കുട്ടികളുടെ എല്ലാവരുടെയും പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ നേരെ വലതുവശത്ത് പുതിയ കോളത്തിൽ നമുക്ക് ആക്ടിവിറ്റി ചെയ്യിക്കണം. അതിനുവേണ്ടി ഞാൻ ആ കോളം സെലക്ട് ചെയ്തു. അതിനുശേഷം അതിന് ബോർഡർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓൾ ബോഡീസ് എന്നുള്ള ഓപ്ഷൻ വഴി ഇവിടെ ബോർഡർ കൊടുത്തു. അതിന്റെ മുകളിലത്തെ ഹെഡിങ് നേരത്തെ കണ്ടതുപോലെ അസൈൻമെന്റ് എന്ന് മാത്രം കൊടുക്കുന്നു. എന്താണോ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പേര് അവിടെ കൊടുക്കാം. ഇനി ഇത്രയും സെല്ലുകളിലാണ് നമുക്ക് കഴിഞ്ഞ ഭാഗത്ത് കണ്ട ചെക്ക് ബോക്സ് കൊണ്ടുവരേണ്ടത്. അതിന് മെനു ഓപ്ഷനകത്തേക്ക് വരിക. അവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ടാകും. ഇൻസേർട്ട് മെനുവിനകത്ത് ചെക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ടാകും. ആ ചെക്ക് ബോക്സ് എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സെല്ലുകളിലേക്കും ചെക്ക് ബോക്സ് വരും. ഇവിടെ ഇപ്പം നമുക്ക് ടിക്ക് ചെയ്യാം, കണ്ടില്ലേ? പക്ഷെ ഇവിടെ ചിലതിന് കളർ വ്യത്യാസമുണ്ട് ടിക്ക് ചെയ്തിരിക്കുന്നതനുസരിച്ച്. ആ കളർ വ്യത്യാസം എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ അതിന്റെ വലതുവശത്തേക്ക് റിമാർക്ക് കൊണ്ടുവരാം എന്നുകൂടെ നോക്കാം. ഈ കളർ വ്യത്യാസം കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരണം. അതിനു മുമ്പ് ആ സെല്ലുകൾ സെലക്ട് ചെയ്യാം. ചെക്ക് ബോക്സ് ഉള്ള സെല്ലെല്ലാം സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് എന്നുള്ള മെനുവിൽ വന്ന് അതിൽ നിന്ന് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ വലതുവശത്ത് റൂൾസ് വന്നിട്ടുണ്ട്. C4 മുതൽ C19 വരെയുള്ള സെല്ലുകളിലാണ് ഈ റൂൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അവിടെ റൂൾ നമ്മൾ സെലക്ട് ചെയ്യണം. ടെക്സ്റ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ എന്നുള്ള ഒരു റൂളാണ് കൊടുക്കുന്നത്. കാരണം ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ എന്നാണ് വരിക, ഇല്ലെങ്കിൽ ഫോൾസ് ആണ്. ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് ഒരു ഫോർമാറ്റിംഗ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. എന്താണ്? സെല്ലിന്റെ മൊത്തം കളറ് മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ഒരു റൂളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഫിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് നിലനിർത്താം, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് നൺ കൊടുത്താൽ ഫിൽ കളർ മാറി കിട്ടും. നമുക്ക് ടെക്സ്റ്റ് കളർ മാത്രം മാറ്റാം. ടെക്സ്റ്റ് കളർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്യുക. പർപ്പിൾ കളർ ചൂസ് ചെയ്യുന്നു. അപ്പോൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ സെല്ലുകൾക്ക് പർപ്പിൾ കളർ വരും. ഓക്കെ, അതിനുശേഷം ഡൺ ഓപ്ഷൻ കൊടുക്കുക. ഇനി അതിന്റെ വലതുവശത്ത് എന്ത് വേണം? റിമാർക്സ് വേണം. റിമാർക്സ് എന്ന് പറയുന്ന പുതിയ ഒരു സെറ്റ് കോളം അവിടെ കൊണ്ടുവരുന്നു. അതിനെല്ലാം നമ്മൾ ബോർഡർ കൊടുപ്പിക്കുന്നു. ഇനി റിമാർക്കിൽ സബ്മിറ്റഡ് എന്ന് വരുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോർമുല കൊടുക്കണം. ഇഫ് എവിടെയാണ്? തൊട്ട് മുമ്പുള്ള സെൽ C4 എന്ന് പറയുന്ന സെൽ, അതിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ എന്ത് വേണം? സബ്മിറ്റഡ് എന്ന് അവിടെ വരണം. അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഡിസ്പ്ലേ ചെയ്യണ്ട. അതുകൊണ്ട് കോമ ഇട്ടതിന് ശേഷം ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു.
അതിന്റെ സിന്റാക്സ് അവിടെ കാണാം. ഇഫ് കഴിഞ്ഞിട്ട് ആദ്യം ആ കണ്ടീഷൻ പറയണം, അതിനുശേഷം കോമ ഇട്ടിട്ട് ട്രൂ ആണെങ്കിൽ, ആ പറയുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ അവിടെ പറയണം കോമയിട്ട്. അല്ല എങ്കിൽ തെറ്റാണെങ്കിൽ പറയേണ്ട കാര്യങ്ങളാണ് അടുത്ത കോമയ്ക്ക് ശേഷം പറയേണ്ടത്. കണ്ടീഷൻ തെറ്റാണെങ്കിൽ പറയേണ്ടതൊന്നും ഞാൻ ഇവിടെ എഴുതി ചേർക്കുന്നില്ല, അതുകൊണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, സബ്മിറ്റഡ് എന്ന് വന്നു. ഞാൻ ഈ ചെക്ക് ബോക്സ് അൺചെക്ക് ചെയ്യുമ്പോൾ ആ കണ്ടന്റ് അവിടെ നിന്ന് പോകുന്നത് കാണാം. ഓക്കെ, ഇനി ഈ റൂള് താഴെയുള്ള എല്ലാ സെല്ലിലേക്കും കൊണ്ടുവരണം. അതുകൊണ്ട് അതിന്റെ വലതുവശത്ത് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് താഴേക്ക് റൂൾസ് എത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇവിടെയുള്ള എല്ലാ സെല്ലുകളിലും ഈ റൂള് ബാധകമായി. നോക്കിക്കേ. ഓക്കെ, ഇനിയിപ്പോ എത്ര കുട്ടികൾ ഈ വർക്ക് ചെയ്തു എന്നറിയണമെങ്കിൽ താഴെ ടോട്ടൽ എന്നതിന്റെ വലതുവശത്ത് ഞാനിവിടെ റൂൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, ഒരു ഫോർമുല കൊടുക്കാൻ പോവുകയാണ്. എത്ര കുട്ടികൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് ഈക്വൽ സിമ്പിൾ കൊടുത്തു. അതിനുശേഷം എഴുതുന്ന ഫോർമുല കൗണ്ട് ഇഫ് ബ്രാക്കറ്റിൽ എന്താണ് കൗണ്ട് ചെയ്യേണ്ടത്? ഈ റേഞ്ച് ആണ് കൗണ്ട് ചെയ്യേണ്ടത്. C4 മുതൽ C19 വരെയുള്ള ഈ റേഞ്ച് ആണ് കൗണ്ട് ചെയ്യേണ്ടത്. കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരണം? ക്രൈറ്റീരിയ എന്ത് വരണം? എന്തായിരിക്കണം കണ്ടീഷൻ? അവിടെ വാല്യൂ ട്രൂ എന്നായിരിക്കണം. എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇവിടെ 6 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരുന്നത് താഴെ കാണാം. ഓക്കെ, 6നെ സെന്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മുകളിലത്തെ ടൂൾ ബാറിലെ 3 ബട്ടൺസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് സെന്റർ അലൈൻമെന്റ് കൊടുക്കണം. ഓക്കെ, ക്ലാസ്സിലെ അറ്റൻഡൻസ് രേഖപ്പെടുത്താനും നമുക്ക് ഇതേപോലെയുള്ള ഒരു ഷീറ്റ് തയ്യാറാക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഈ വീഡിയോ പ്രയോജനപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.